കള്ളക്കഥ തകരുകയാണ് ചെയ്യുന്നത്. ഈ കേസില് യഥാർത്ഥ ഗൂഢാലോചന എന്ന് പറയുന്നത് എന്നെ പ്രതിയാക്കാനാണ് സമൂഹത്തില്. സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനപ്രിയ നായകൻ ദിലീപ് കോടതിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞൊരു കാര്യമുണ്ട്. സത്യം ജയിച്ചു, ദൈവമുണ്ടെന്നൊരു വാക്ക്. ഈ ഒരു കോടതി വിധി വരുന്നത് വരെ ഞാൻ വിചാരിച്ചൊരു കാര്യമുണ്ട്, ഞാൻ വിശ്വസിച്ചിരുന്ന കാര്യമുണ്ട്. സത്യമേ ജയിക്കൂ, സത്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. പക്ഷേ ഈ ഒരു വിധി വന്നതിന് ശേഷം സത്യമില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. സത്യത്തിനെ ഒന്നുകൂടെ ഒന്ന് പുനർജനിപ്പിക്കണം എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം സത്യത്തിനെ ഒന്നുകൂടെ ഒന്ന് പുനർജനിപ്പിക്കണം. സത്യം എന്നൊരു വാക്കിൻ്റെ സത്യസന്ധതയെ നശിച്ചു പോയിരിക്കുകയാണ്. എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാർ കാണും. ഈ ഒരു വിധി വരുന്നതിന് മുമ്പ് സത്യമേ ജയിക്കൂ, സത്യമുണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആളുകളായിരിക്കാം കൂടുതൽ. പക്ഷേ ഈ ഒരു വിധി വന്നതിന് ശേഷം സത്യമേ ഇല്ല, അങ്ങനെ ഒരു വാക്കേ ഇല്ല, സത്യത്തിൻ്റെ സത്യം നശിച്ചു എന്ന് വിശ്വസിക്കുന്ന ആളുകളായിരിക്കാം കൂടുതൽ. പിന്നെ ഇവിടെ ദൈവമുണ്ട് എന്ന് ദിലീപ് പറഞ്ഞല്ലോ. ദൈവത്തിന് ഈ ഒരു കേസിനകത്ത് എത്രത്തോളം റോള് ഉണ്ട് എന്ന് ഇന്നലത്തോടെ മനസ്സിലായി. ദൈവത്തിന് ഈ ഒരു കേസുമായിട്ട് വല്ല റോളും ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ സത്യമേ ജയിക്കത്തുള്ളായിരുന്നു അല്ലേ. ദൈവത്തിന് ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റോളുമില്ല. അതുകൊണ്ടാണ് ഇന്നലെ സത്യം ജയിക്കാതെ പോയത് അല്ലേ. ഇവിടെ എന്താണ് സംഭവിച്ചത്? അതിക്രൂരമായിട്ട് ഒരു നടിയെ തട്ടിക്കൊണ്ട് പോയിട്ട് അതിക്രൂരമായിട്ട് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ശേഷം ആ നടിയുടെ ചിത്രങ്ങളെടുത്ത്, വീഡിയോകളെടുത്ത് അത് സോഷ്യൽ മീഡിയകളിൽ അത് പബ്ലിക്കിൻ്റെ മുമ്പിൽ അത് പ്രചരിപ്പിക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയ ഈ ഒരു നടിക്ക് ഉണ്ടായിട്ടുള്ള ഇത്രയും വലിയൊരു ദുരനുഭവം, മാനസികാവസ്ഥ, ഈ കഴിഞ്ഞ പോയിട്ടുള്ള വർഷങ്ങളിൽ ഈ ഒരു നടി അനുഭവിച്ച യാതനകൾ, വേദനകൾ നീതി കിട്ടിയോ? ഈ ഒരു 1 തൊട്ട് 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചത് കൊണ്ട് നീതി കിട്ടിയോ? കിട്ടിയിട്ടില്ല. നീതി കിട്ടണമെങ്കിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ തലയെ, ഇതിൻ്റെ ഈ ഒരു ക്രൂരകൃത്യം നടത്താൻ വേണ്ടി ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത ആ വ്യക്തിയെ ശിക്ഷിക്കണം അല്ലേ. എങ്കിൽ മാത്രമേ ഈ നടിക്ക് നീതി കിട്ടത്തുള്ളൂ. പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ദിലീപാണ് എന്ന് പറഞ്ഞ് ചർച്ച ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അല്ലെ അവിടെ ഇവിടെ ഇറങ്ങി സംസാരിച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. തെളിവുകളാണ് വേണ്ടുന്നത്. കോടതിക്ക് തെളിവ്, വ്യക്തമായിട്ടുള്ള തെളിവുകളാണ് വേണ്ടുന്നത്. 1 മുതൽ 6 വരെയുള്ള പ്രതികളെ എടുത്തു നോക്കൂ. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ, പൾസർ സുനി അടക്കമുള്ള പ്രതികളെ ഭാഗത്തുനിന്ന് കുറ്റക്കാരാണെന്ന് കോടതിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലും സാക്ഷി മൊഴികളുടെ അടിസ്ഥാനത്തിലുമാണ് കോടതി അവർ കുറ്റക്കാരാണെന്ന് വിധിച്ചത്. അതാണ് പറഞ്ഞത്, വ്യക്തമായിട്ടുള്ള തെളിവുകൾ വേണം. പക്ഷെ ദിലീപിൻ്റെ 8ാം പ്രതിയായിട്ടുള്ള ദിലീപിൻ്റെ ഭാഗത്തു നിന്ന് വ്യക്തമായിട്ടുള്ള തെളിവുകളോ സാക്ഷി മൊഴികളോ കോടതിക്ക് ശേഖരിക്കാൻ സാധിച്ചില്ല. പോലീസിന് ശേഖരിക്കാൻ സാധിച്ചിട്ടില്ല. പോലീസിന് കോടതിയുടെ മുമ്പിൽ സമർപ്പിക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കേസിനകത്ത് ദിലീപ് ഊരിപ്പോകുന്നത്. ഇവിടെ 1 മുതൽ 6 വരെയുള്ള പ്രതികളെ ശിക്ഷിച്ചതുകൊണ്ട് ഈ പറയുന്ന ആക്രമിക്കപ്പെട്ട ഈ നടിക്ക് നീതി കിട്ടുമോ? ഇല്ല, ഒരിക്കലും കിട്ടത്തില്ല. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ വ്യക്തിയെ, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആ ഗൂഢാലോചനയ്ക്ക് നേതൃത്വം കൊടുത്ത ആ വ്യക്തിയെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമേ ഈ നടിക്ക് നീതി കിട്ടത്തുള്ളൂ അല്ലേ. ഇവിടെ ഈ പൾസർ സുനി എന്ന് പറയുന്ന 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾക്ക്, പൾസർ സുനിയാണല്ലോ ഇതിൻ്റെ 1ാം പ്രതി. അപ്പം ഈ പൾസർ സുനിക്ക് ഈ ആക്രമിക്കപ്പെട്ടു എന്ന് പറയുന്ന നടി, ആക്രമിക്കപ്പെട്ട ഈ നടിയോട് എന്ത് മോട്ടീവാണുള്ളത്? ഈ നടിയെ ആക്രമിക്കാൻ, ഈ ഇത്രയും ക്രൂരമായിട്ട് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയ ശേഷം അതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്ത് ചിത്രീകരിച്ച് പബ്ലിക്കിൽ ഇടും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനുള്ള എന്ത് മോട്ടീവാണ് ഈ പറഞ്ഞിട്ടുള്ള സുനിക്ക് ഉണ്ടായെന്ന് കൂടെ ഒന്ന് വ്യക്തമാക്കി തരണം കോടതി. അത് കോടതി വ്യക്തമാക്കേണ്ട കാര്യമാണ് അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിയേ. പിന്നെ ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്ക് വേണ്ടിയിട്ട് വാദിക്കാൻ അഭിഭാഷകന്മാരെ ഏർപ്പാടാക്കിയതിൻ്റെ പുറകിലുള്ള പൈസകൾ, അത് ആ പൈസകൾ കൊടുത്ത വ്യക്തികൾ, ആ പൈസകൾ ചിലവാക്കിയ ആ സോഴ്സുകൾ, എവിടെ നിന്നാണ് ആ സോഴ്സുകൾ വന്നതെന്ന് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റിയില്ല? കണ്ടെത്താൻ പറ്റിയില്ല? അപ്പോൾ ഇതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ അത് ആലോചിക്കുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വ്യക്തമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ കോടതിക്ക് ഈ ഒരു ഇങ്ങനെയുള്ള കേസുകളിൽ കോടതി വ്യക്തമായിട്ടുള്ള തീരുമാനങ്ങൾ കോടതിക്ക് എടുക്കാൻ സാധിക്കത്തുള്ളൂ. ഇപ്പം ഇവിടെ TP ചന്ദ്രശേഖര വധക്കേസിൽ നമ്മൾ കണ്ടതാണല്ലോ, കണ്ണൂരിൽ നിന്ന് ഇറക്കിയിട്ടുള്ള കൊട്ടേഷൻ സംഘത്തെ വെച്ചിട്ടാണ് ആ TP ചന്ദ്രശേഖരനെ അതിക്രൂരമായിട്ട് കൊല ചെയ്യിച്ചത് അല്ലേ. എന്നിട്ട് ഇപ്പോഴും എന്തായി? അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച് ഗൂഢാലോചന നടത്തിയിട്ടുള്ള വ്യക്തികളെ പോലീസിനെ പിടിക്കാൻ സാധിച്ചു? പോലീസിന് നിയമത്തിന് മുമ്പിൽ അവരെ കൊണ്ടുവരാൻ സാധിച്ചു? ഇല്ല. കോടതിക്ക് സാധിച്ചു? ഇല്ല.
ഇപ്പോഴും എത്രയോ ആൾക്കാർ അതിന് ആ ഒരു കൊലയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള എത്രയോ ആ ഒരു കൊലയ്ക്ക് ഗൂഢാലോചന നൽകിയിട്ടുള്ള എത്രയോ ആളുകൾ ഇപ്പോഴും മന്ത്രിസഭയിൽ ഇരിക്കുന്നുണ്ട് ഉണ്ടായിരിക്കാം. മന്ത്രിസഭയിൽ ഇരിക്കുന്ന എത്രയോ ആളുകൾ ആ ഒരു കൊലയ്ക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകൾ ഇപ്പോഴും മന്ത്രിസഭയിൽ കാലം നീട്ടി ഞെളിഞ്ഞിരിക്കുന്നുണ്ടായിരിക്കാം അല്ലേ? അപ്പോൾ എന്തുകൊണ്ട് ഈ കണ്ണൂരിൽ നിന്ന് EP ചന്ദ്രശേഖരനെ കൊല്ലാൻ വേണ്ടിയിട്ട് കണ്ണൂരിൽ നിന്ന് ആളെ ഇറക്കിയത്? ഇവർ എന്നാൽ പിന്നെ വല്ല കൊച്ചിയിൽ നിന്നോ വല്ല മട്ടാഞ്ചേരിയിൽ നിന്നോ ആളെ ഇറക്കിക്കൂടെ? അപ്പോൾ ഇതിനൊക്കെ ഒരു പ്ലാനും പദ്ധതിയും മുമ്പേ നടന്നിട്ടുണ്ട്. ഒരു നല്ലൊരു ഗൂഢാലോചന തന്നെ നടന്നിട്ടുണ്ട്. ഈ ഒരു ഗൂഢാലോചന നടക്കണമെങ്കിൽ തന്നെ AKG ഓഫീസിൽ മാത്രമേ നടക്കത്തുള്ളൂ. എന്നിട്ട് ഇത് വല്ലോ ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ആളുകളെ ശിക്ഷിച്ചോ? ഇല്ല. അതാണ് കോടതിക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളും സാക്ഷിയും മൊഴികളും ഉണ്ടെങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള കേസുകളിൽ കോടതിക്ക് സത്യത്തിനോടൊപ്പം നിൽക്കാൻ സാധിക്കും. ഇവിടെ ഒന്നുകിൽ ആക്രമിക്കപ്പെട്ട ഈ നടിയുമായിട്ട് പൾസർ സുനിക്ക് മുമ്പ് ഏതെങ്കിലും വല്ല സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും വ്യക്തിവൈരാഗ്യമോ മറ്റോ എന്തെങ്കിലും വേണം. പക്ഷെ ഇതൊന്നുമില്ലാതെ ഈ പറഞ്ഞിട്ടുള്ള ക്രൂരമായിട്ടുള്ള ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാൻ ഈ ഒരു സെലിബ്രിറ്റിയെ തന്നെ തിരഞ്ഞെടുക്കേണ്ട കാര്യമുണ്ടായിരുന്നു ഈ പൾസർ സുനിക്ക്? വേറെ ഏതെങ്കിലും സെലിബ്രിറ്റി അല്ലാത്ത ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ ചൂസ് ചെയ്യാമായിരുന്നല്ലോ. എന്തുകൊണ്ട് ഇവിടെ ഈ ഒരു സെലിബ്രിറ്റി ആയിട്ടുള്ള ഈ ഒരു നടിയെ മാത്രം പൾസർ സുനി സെലക്ട് ചെയ്തു? ഈ ഒരു അതിക്രൂരമായിട്ടുള്ള ഈ ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത് എന്തുകൊണ്ട്? ആർക്ക് വേണ്ടിയിട്ട്? ഈ പൾസർ സുനി അടങ്ങുന്ന 1 തൊട്ട് 6 വരെയുള്ള ഈ പ്രതികൾ എന്ന് പറഞ്ഞാൽ ഇവർ കൊട്ടേഷൻ സംഘമാണ്. ഇവരെ ജോലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഇവരുടെ ജോലി. പൈസ മേടിക്കുക, അവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്ന ആളെ ആഗ്രഹങ്ങൾ നിറവേറ്റി കൊടുക്കുക. ഇവിടെ ആർക്കാണ് ഗുണം ചെയ്തത്? പൾസർ സുനിക്കാണോ? 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾക്കാണോ കോടതി ശിക്ഷിച്ച? 1 തൊട്ട് 6 വരെയുള്ള പ്രതികൾക്ക് ആണോ ഇവിടെ ഗുണം ചെയ്തത്? ഒരിക്കലുമല്ല. ഇതിൻ്റെ നേതൃത്വം നൽകിയിട്ടുള്ള വ്യക്തി ആരാണോ അയാൾക്കാണ് ഗുണം ചെയ്തിട്ടുള്ളത്. അയാളാണ് ഇപ്പോഴും വിജയിച്ചു നിൽക്കുന്നത് അല്ലേ? അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴും ഈ പെൺകുട്ടിക്ക്, ഈ ആക്രമിക്കപ്പെട്ട ഈ നടിക്ക് നീതി കിട്ടിയിട്ടില്ലെന്ന് ഞാൻ പറയുന്നത്. നമ്മുടെ നീതിന്യായ കോടതിയിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ, നീതിന്യായ വകുപ്പിൽ എന്തെങ്കിലും നമ്മുടെ നിയമ വ്യവസ്ഥയിൽ എന്തെങ്കിലും ഒരു സത്യമുണ്ടെങ്കിൽ ഈ ആക്രമിക്കപ്പെട്ട ഈ ഒരു നടിക്ക് ഉറപ്പായിട്ടും നീതി കിട്ടിയിരിക്കണം. അതിനി ആരാണെങ്കിലും, ഏത് വലിയവനാണെങ്കിലും നിയമത്തിന് മുമ്പിൽ അവനെ കൊണ്ടുവന്നിരിക്കണം. അതിനി ദിലീപ് ആണെങ്കിലും അല്ലെങ്കിലും വേറെ ആരാണെങ്കിലും. ഇവിടെ ഒരു നടിയെ അതിക്രൂരമായിട്ട് ആക്രമിച്ച് ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കാനും മാത്രം പൾസർ സുനിക്ക് എന്ത് മോട്ടീവാണ് അല്ലെങ്കിൽ എന്ത് മനസുഖമാണ് ഇത് കൊണ്ടിട്ട് പൾസർ സുനിക്ക് കിട്ടിയെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത് അല്ലേ? എന്നെപ്പോലെ ചിന്തിക്കുന്ന ആളുകൾക്കെല്ലാം അങ്ങനെ ആയിരിക്കും തോന്നിയിട്ടുള്ളത് അല്ലേ? എന്തായാലും ഈ ഒരു നടിയുമായിട്ട് ബന്ധപ്പെട്ട, ഈ ഒരു നടിയെ ആക്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു വിഷയത്തിൽ ഉപകാരപ്പെടേണ്ട ആൾക്കാർക്കെല്ലാം ഇതിന് നേതൃത്വം നൽകിയിട്ടുള്ള ആൾക്ക് അതെന്തായാലും ഉപകാരപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഇവിടെ സത്യം ജയിച്ചിട്ടില്ലല്ലോ. ഇവിടെ ദിലീപ് പറയുന്നുണ്ടല്ലോ സത്യം ജയിച്ചു, സത്യമേ ജയതേ എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഇവിടെ സത്യവും ജയിച്ചിട്ടില്ല, ഒരു മണ്ണാങ്കട്ടയും ജയിച്ചിട്ടില്ല. അങ്ങനെ പറയുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമാണ് അല്ലേ? ഈ സത്യം ജയിച്ചു എന്ന് പറയുന്ന ആളുകൾ ഒരു നിമിഷം ഈ അതിജീവിതയുടെ കാര്യം ഒന്ന് ഓർത്തിട്ടുണ്ടോ? ഇവിടെ ആർക്കാണ് നീതി കിട്ടേണ്ടത്? ഇവിടെ സത്യത്തിനാണോ അതോ അനീതിക്കാണോ നീതി കിട്ടേണ്ടത്? സത്യത്തിനല്ലേ നീതി കിട്ടേണ്ടത്. അപ്പം പിന്നെ എങ്ങനെ ഈ സത്യം ജയിക്കുന്നത്? അതിജീവിതയ്ക്ക് ഇതുപോലെ നീതി കിട്ടിയിട്ടില്ല, ഇതുവരെ നീതി കിട്ടിയിട്ടില്ല. അതിജീവിതയ്ക്ക് നീതി കിട്ടണമെങ്കിൽ ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു കുറ്റകൃത്യം നടത്താൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുൻനിരയിൽ നിന്ന് ഗൂഢാലോചന, ഇതിൻ്റെ ചരട് വലിച്ചിട്ടുള്ള ആ വ്യക്തിയെ സമൂഹത്തിന് മുമ്പിൽ കൊണ്ടിട്ടിട്ട് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുത്താൽ മാത്രമേ ഈ ഒരു അതിജീവിതയ്ക്ക് നീതി കിട്ടത്തുള്ളൂ. എങ്കിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ ഇവിടെ സത്യമേ ജയിച്ചു എന്ന്. സത്യം മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നല്ലേ? ഇപ്പോഴും സത്യം ജയിച്ചിട്ടില്ല. എന്തായാലും സത്യം ജയിച്ചു എന്ന് പറയുന്ന ആൾക്കാരോട്, ഇതിനെ ന്യായീകരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമാണ്.